നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വിവാഹിതരായ ഏത് ദമ്പതിമാരുടെയും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളത്. കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകുന്തോറും ഇവർ ആശങ്കപ്പെടാൻ തുടങ്ങും. ദമ്പതികളിലുണ്ടാകുന്ന വന്ധ്യത, ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ ഫെർട്ടിലിറ്റി ആൻഡ് IVF വിഭാഗം മേധാവി ഡോക്ടർ വിവേക് പോൾ വിധേയത്തിൽ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ വന്ധ്യത എന്നുള്ളത് പുതുതലമുറയിൽ കൂടി വരുന്നു എന്ന കണക്കുകൾ 10 മുതൽ 15% വരെ ദമ്പതികൾ ഇത് അനുഭവിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്താണ് വന്ധ്യത, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടതായിട്ട് വരുന്നത്? ഓക്കെ, ഒരു മാരിഡ് കപ്പിൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷമായിട്ട് അവർ നോർമലായി ട്രൈ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ആകുന്നില്ലെങ്കിൽ അപ്പോഴാണ് അവരൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകേണ്ടിയായിട്ട് ഉള്ളത്. ഒരു വർഷം എന്നുള്ളത് ചില കണ്ടീഷൻസിൽ 1 എന്നുള്ള 2 ഇയേഴ്സ് ആവും. ഇപ്പം യങ് ലേഡിയുടെ ഏജ് പ്രായ കുറവുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എന്നുള്ള 2 വർഷം വരെ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. പക്ഷേ 2 ഇയേഴ്സ് ആയിട്ടും കൺസീവ് ചെയ്യുന്നില്ല, നോർമലായിട്ട് അവർ ട്രൈ ചെയ്തിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നോർമൽ ഇൻറ്റർകോഴ്സിൽ അവർ ശരിയാകുന്നില്ലെങ്കിൽ ദേ ഷുഡ് ഡെഫിനറ്റ്ലി ഡോക്ടറെ അത് സമീപിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് ചില കണ്ടീഷൻസിൽ ഇത് നമ്മളൊരു 1 വർഷം വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, അവരുടെ എപ്പോഴെങ്കിലും വൈഫിന് പീരിയഡ്സ് റെഗുലർ ആകുന്നില്ല, അല്ലെങ്കിൽ വല്ല പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രുവേഷനാണ്, സെമൻ അല്ലെങ്കിൽ നോർമലായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഇങ്ങനെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 1 വർഷം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു 6 മാസം ആകുമ്പോൾ പോലും ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശവും സഹായവും തേടാവുന്നതാണ് അല്ലേ? ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. മനുവാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ മനു. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ലൈംഗികപരമായിട്ട് ഒരു ബലഹീനത നമ്മുടെ വൈഫിന്റെ ഭാഗത്തു നിന്ന് ഒരു വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ അതില് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്രൂഫ് തെളിയിക്കുന്ന നമുക്ക് ഏത് ഡോക്ടറെയാണ് പോയി കാണേണ്ടത്? മനസ്സിലായില്ല ചോദ്യം, ഒന്നും കൂടെ പറഞ്ഞോളൂ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണല്ലോ അല്ലേ? അതെ, വിഷയം തന്നെ. ചോദിച്ചോളൂ. ലൈംഗിക ബലഹീനത ആരോപിച്ചിരുന്നു നമ്മുടെ വൈഫിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം ഒഴിയാൻ വേണ്ടി. അപ്പൊ അതിന് നമ്മൾ പ്രൂഫ് ചെയ്യാനെ കൊണ്ട് ഏത് ഡോക്ടറിനെയാണ് കാണിച്ചത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്? ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ഡൈവോഴ്സ് കേസിൽ ഒരു ഇമ്പോർട്ടൻസി എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാൻഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിന് ഡെഫിനറ്റ്ലി ഇപ്പം മനു ആണെങ്കിൽ ഈ പോകേണ്ടത് ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറെ തന്നെ സമീപിക്കാം. ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറെ സമീപിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ പറയുന്ന എന്തുകൊണ്ട് ലൈംഗികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നു, അതുണ്ടോ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കി ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഇതിലോട്ട് പോകാവുന്നതാണ്. അതെനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയമാണ്, അതൊരു ഡിഫറെന്റ് ഇഷ്യൂ ആണത്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഓക്കെ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ സുലൈമാനാണ് മലപ്പുറത്തുനിന്ന്. പറഞ്ഞോളൂ സുലൈമാൻ. പിന്നെ പിന്നെ ഭാര്യയും, ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ശരി. പിന്നെ ഇപ്പോ ഒരു ഗർഭം ഉണ്ടാകാന് താല്പര്യമുണ്ട്. ശരി. അത് ഉണ്ടാണില്ല. പിന്നെ സിസേറിയനാണ് രണ്ടും. ശരി. ഈ വൈഫിന് പ്രായം എത്രയുണ്ട്, ഏജ് എത്രയുണ്ട്? ഓക്കെ, ഒരു 32 വയസ്സ്. ഓക്കെ. രണ്ടാമത്തെ കുഞ്ഞിന് എത്ര പ്രായമുണ്ട്? 5 വയസ്സായി. 5 വയസ്സായി. അപ്പം ഈ ഇപ്പോൾ എത്ര നാളുകളായി ട്രൈ ചെയ്യുന്നു, എത്ര വർഷമായിട്ട് ഇപ്പം നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്? ഒരു 3 വർഷമായി. 3 വർഷമായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിപ്പം ആദ്യമായിട്ട് ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം ഒരു കുറച്ച് നാൾ ശ്രമിക്കുന്നതിന് ശേഷം ഉണ്ടാവാതിരിക്കുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഡോക്ടറെ ഏതെങ്കിലും സമീപിച്ചായിരുന്നോ? ഡോക്ടറെ കണ്ടില്ല. അപ്പോൾ ഈ ബൈക്കൊക്കെ ഓടണം, ബൈക്കുമ്മലാണ് ജോലി. ഹോർമോണിന്റെ കമ്മിയാവും പറഞ്ഞു. അതെ. അപ്പോൾ ഡോക്ടറെ ഇതിനകത്ത് എന്തായാലും ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. സുലൈമാൻ്റെ ബീജത്തിൻ്റെ ടെസ്റ്റ് ഒന്ന് നോക്കണം. ഇപ്പോൾ ഈ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം സെമൻ ടെസ്റ്റ് നോർമലാണോ, അതിനകത്ത് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നോക്കണം. വൈഫിനെയും കൂടെ അത് ഒരുമിച്ച് നിങ്ങൾ ഒരു ഡോക്ടറെ കാണുന്നത് തന്നെയാണ് നല്ലത്. ആ ഡോക്ടറെ വൈഫിനെയും കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താ കൃത്യമായിട്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അണ്ടവികസനം അണ്ടോൽപാദനം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഹോർമോൺ ലെവൽ കൂടുതലാണോ, ഏജ് കൂടുന്നതനുസരിച്ച് എഗ്ഗിൻ്റെ അളവ് കുറയുന്നുണ്ടോ, എന്നിട്ട് ട്യൂബിന് ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ സിസേറിയൻ ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 പ്രാവശ്യം സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം വയറ്റിനകത്ത് എന്തെങ്കിലും അഡീഷൻസ്, എന്തെങ്കിലും ഒട്ടലുകൾ കാര്യങ്ങൾ വന്നതുകൊണ്ട് ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് വരുന്നതാണോ, അപ്പോൾ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടറെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചികിത്സകളും കാര്യങ്ങളും തുടങ്ങാവുന്നതാണ്.
ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയും ഉണ്ട്. പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതെ, പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ, അതായത് ഈ ദമ്പതി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ കുഞ്ഞുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു അബോർഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ട്യൂബിൽ നിന്നിട്ടില്ല. ഇങ്ങനെ പോസിറ്റീവ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടിട്ടില്ലാത്തൊരവസ്ഥയാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻസും ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം ഒരു 2 പ്രാവശ്യം കൺസീവ് ചെയ്യുമ്പോൾ ട്യൂബിന് ബ്ലോക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് കൗണ്ട് കുറയുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് കുറച്ചും കൂടി ഡിഫറൻറ്റ്. ഇപ്പം അത് ഒരു ടോട്ടൽ ഇവാലുവേഷൻ വേണം. ചിലപ്പോൾ സ്പേം പാരമീറ്റർ ചിലപ്പം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നില്ലായിരിക്കാം. പലവർക്കും അസൂസ്പെർമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ, സ്പേംസ് കാണാൻ 0 ആകുന്ന ഒരു അവസ്ഥ, ഒന്നെങ്കിൽ അതായിരിക്കാം. അല്ലെങ്കിൽ വൈഫിന് സിവിയറായിട്ട് എൻഡോമെട്രിയോസിസ്, വയറ്റിനകത്ത് ഒട്ടലുകളുണ്ട്, ട്യൂബ്സ് ബ്ലോക്ക്ഡ് ആണ്, ട്യൂബൽ ബ്ലോക്ക് അങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി വൈഫിനുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിന് ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാലാണെങ്കിൽ അതൊരു ജനറ്റിക് ഇതാണ്, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. അപ്പോൾ നമ്മൾ കേട്ടില്ലേ പല സ്ത്രീകളിലും അവർക്ക് അമിതമായ വണ്ണം വരുന്നു, ടീനേജേഴ്സിൽ ഈ പ്രശ്നം തൊട്ട് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പം അവർക്ക് കൃത്യമായിട്ട് പീരിയഡ്സ് വരുന്നില്ല, വണ്ണം ഭയങ്കരമായിട്ട് വയ്ക്കുന്നു. അപ്പം ഇങ്ങനെ അവർക്ക് LH ഹോർമോൺസ് ഒക്കെ കുറേ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ വരുന്നൊരു കണ്ടീഷനിൽ അവർക്ക് ഒരിക്കലും ഓവുലേഷൻ ഇതുവരെ ആയി കാണത്തില്ല. അപ്പോൾ അതായിരിക്കും അവരുടെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഓവുലേഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, ഈ പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പം ചിലരോട് പറയും ഈ വണ്ണം കൂടിയിട്ടാണ് ഈ പ്രശ്നം, അപ്പോൾ വണ്ണം കുറയ്ക്കാൻ പറയും. പക്ഷേ ഈ വണ്ണം കൂടുന്നതിന് പല കാരണങ്ങളുണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തീരുമാനിക്കുക? ഭക്ഷണശൈലിയിലുള്ള മാറ്റമോ അല്ലെങ്കിൽ വ്യായാമക്കുറവ് കൊണ്ടുള്ള വണ്ണമാണോ, അതോ മറ്റു പല അസുഖങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? അല്ല, അപ്പം മറ്റു പല അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ വർക്കപ്പ് ഡിഫറൻ്റ്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഹോർമോൺ, ഇപ്പം ഈ പറയുന്ന കുഷിംഗ് സിൻഡ്രോം അങ്ങനെ ഏതെങ്കിലും ഒരു അസുഖങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹോർമോൺ തകരാറുകൾ കാരണം അവർക്കൊരു തടി വെക്കുന്ന ഒരു കണ്ടീഷൻ. പക്ഷേ അതിൽ അവരുടെ ഇനിഷ്യൽ ഇവാലുവേഷൻ ബ്ലഡ് ടെസ്റ്റിനകത്തൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അവർക്ക്. അല്ലാതെ ഹോർമോൺ പ്രോബ്ലംസ് ഒന്നുമില്ല. സ്കാനിങ്ങില്ല നമ്മൾ എങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറി അറിയുന്നത്? അവർ സ്കാൻ നോക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറീസ് അതിനകത്ത് കാണും. അവർക്ക് ബയോകെമിക്കൽ ഫീച്ചർ, അവർക്ക് മെയിൽ ഹോർമോൺ അല്ലെങ്കിൽ LH ലെവൽസ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ഡെഫിനറ്റ്ലി അവരുടെ ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. അതായത് ഇപ്പോൾ ഉള്ള ആ വെയിറ്റിൻ്റെ ഒരു 10% കുറയാന്നുള്ളതാണ് നമ്മൾ ഐഡിയലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ തന്നെ അവർക്ക് നോർമലായിട്ട് ചിലപ്പോൾ ഓവുലേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ കൺസീവ് ആയിക്കഴിഞ്ഞാലും അബോർഷൻ ആകാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും അവർക്ക് വേണ്ടത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എൻ്റെ പേര് ബിജു എന്നാണ്. പറഞ്ഞോളൂ. ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പോൾ സാറേ, കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഓക്കെ. അപ്പം ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും നടത്തിയായിരുന്നു. ശരി. അപ്പം ഭാര്യയ്ക്ക് ഈ 2 ട്യൂബിനകത്ത് ഒരു ട്യൂബിനകത്ത് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അത് സ്കാൻ ചെയ്ത് കണ്ട് അത് അവിടെ വെച്ച് തന്നെ ആ ബ്ലോക്ക് മാറ്റിയായിരുന്നു. ശരി. അപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പം ഈ 2 വർഷം മുമ്പ് അവർക്ക് ഇങ്ങനെ ഒരു പീരീഡ് ആവാതെ 3 മാസം വരെ ആയി. അപ്പൊ ഞങ്ങൾ കാർഡ് വാങ്ങിച്ചിട്ട് നോക്കിയായിരുന്നു. ശരി. അപ്പൊ നോക്കിയപ്പോ അതിനകത്ത് ഒന്നും കാണിച്ചില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ സമീപിച്ചായിരുന്നു. ഡോക്ടർ പറഞ്ഞ് അന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ട്യൂബിലാണെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പൊ തന്നെ ഇത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മാഡം പറഞ്ഞ അങ്ങനെ അത് അബോർട്ടായിരുന്നു. ട്യൂബിലായതുകൊണ്ടേ അങ്ങ് അബോർട്ടായിരുന്നു. ഇനി എന്താ സാറേ ഞങ്ങൾ ചെയ്യേണ്ടത്? അല്ല, ട്യൂബിലായിട്ട് അത് എന്താണ് ചെയ്തായിരുന്നത്? അതായത് മരുന്ന് ഇഞ്ചക്ഷൻ എടുത്ത ട്യൂബിലുള്ള പ്രഗ്നൻസി കുറയ്ക്കായിരുന്നു? ഇഞ്ചക്ഷൻ എടുത്തിട്ട് അപ്പൊ ട്യൂബിൽ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ട്യൂബ് മാറ്റി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ ബ്ലോക്ക് ഈ ട്യൂബിൽ ഇതുണ്ടായിരുന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ആ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മാറ്റിയത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 2 ട്യൂബുകളും ഉണ്ട്. സെമൻ ടെസ്റ്റ് നോക്കിയാൽ നോർമലാണ് അല്ലേ? അതെ. ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ഒരു കീ ഹോൾ സർജറി ലാപ്രോസ്കോപ്പി നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ട്യൂബ് 2ഉം ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം ശരിക്കും ട്യൂബിൽ ടെസ്റ്റ് ചെയ്ത് ട്യൂബ് 2ഉം തുറന്നിരിക്കുകയാണോ എന്നുള്ളൊരു കാര്യം നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അത് 2ഉം ഒരു ട്യൂബിനകത്ത് അങ്ങനെ കംപ്ലീറ്റ് കണ്ട വീണ്ടും സ്കാൻ ചെയ്യിപ്പിച്ച് അത് ബ്ലോക്ക് മാറ്റിയത്. ശരി. മറ്റേ ട്യൂബ് നോർമലുമാണ്. ശരി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പിന്നെ വൈഫിന് അണ്ടോൽപാദനം അണ്ടവികസനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് പോലെ വരുന്നൊരു കണ്ടീഷൻ. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂബിൽ ഒരിക്കൽ പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ട്യൂബിനകത്ത് ഒരു പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് അത് ഒരിക്കൽ കൂടി അത് വരാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. അത് ഒരുപക്ഷെ ട്യൂബിനകത്ത് ചെറിയൊരു ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്യൂബിനകത്തുള്ള സീലിയ അതിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായി നടക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എപ്പോഴായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടുത്തൊരു
പ്രാവശ്യം പ്രഗ്നൻസി വന്നാൽ പോലും അത് ഒരു ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിലപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് എങ്ങനെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ മുതൽ ഒരു 3 to 6 months. വൈഫിന് പ്രായം എത്രയുണ്ട്? 30 എനിക്ക് തോന്നുന്നു ഒരു 3 to 6 months എന്തായാലും ഒന്ന് നോർമലായി ട്രൈ ചെയ്യാം. എന്നിട്ട് ഈ സമയത്തിൽ അത് കൺസീവ് ആകുന്നില്ലെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, എനിക്ക് തോന്നുന്നു ഒരു ലാപ്രോസ്കോപ്പി, ഒരു കീ ഹോൾ സർജറി ലാപ്രോസ്കോപ്പി നോക്കി വയറ്റിനകത്ത് ഓക്കെ ആണോ, വയറ്റിൻ്റെ ഉൾവശം ഗർഭത്തിൻ്റെ അകത്ത് ഓക്കെ ആണ്, ട്യൂബ് രണ്ടും എങ്ങനെയുണ്ട്, വയറ്റിനകത്ത് ഒട്ടലുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കി ചിലപ്പോൾ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ IUI എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് എപ്പോഴായാലും നമ്മൾ ഈ വന്ധ്യതയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരേ ട്രീറ്റ്മെൻറ്റ് ഒരേ ചികിത്സാ രീതികൾ നമ്മൾ കുറേ നാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നോർമലായിട്ട് കുറച്ചധികം നാൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും അടുത്തൊരു ലെവലിലോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതനുസരിച്ച് അടുത്ത ലെവലിലോട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഈ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഈ വന്ധ്യതയുണ്ട് എന്ന് നിർണ്ണയിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കപ്പിൾ വരും, എപ്പോഴും ഒരു കപ്പിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഭാര്യയെയും ഭർത്താവിനെയും ഒരുമിച്ച് ഇവാലുവേഷൻ തുടങ്ങുന്നതാണ് നല്ലത്. കാര്യം ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 50% സ്ത്രീകളിലും 50% പുരുഷന്മാരുടെയും അത് തുല്യമായിട്ടുള്ള രീതിയിൽ അവർ കാരണങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം പുരുഷന്മാരുടെ ഇവാലുവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സെമൻ അനാലിസിസ്, ബീജം പരിശോധിക്കുന്ന ആ ടെസ്റ്റിനാണ്. മിനിമം ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം ബീജം എടുക്കാനായിട്ട്. അത് 7 ദിവസം കാണുന്ന കൂടുതൽ പോകാനും പാടില്ല. ഈ ഒരു ഗ്യാപ്പിനിടയ്ക്ക് എടുക്കുമ്പോഴായിരിക്കും അവരുടെ പാരമീറ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് സെമൻ്റെ കൗണ്ട്, സെമൻ്റെ ചലനം, മോട്ടിലിറ്റി, സ്പേംസിൻ്റെ മോട്ടിലിറ്റി, സ്പേംസിൻ്റെ ഷേപ്പ്, മോർഫോളജി, ഈ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് കിട്ടുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ചെയ്യുമ്പോഴായിരിക്കും. അപ്പം സെമൻ ടെസ്റ്റ് എന്നുള്ളതാണ് പുരുഷന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓവുലേറ്റ് കൃത്യമായി ചെയ്യുന്നുണ്ടോ, അണ്ടോൽപാദനം, അണ്ടവികസനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, എഗ് റിലീസ് കറക്റ്റായി നടക്കുന്നുണ്ടോ, അതെല്ലാം നമ്മൾ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും. ട്യൂബ്സ് എല്ലാം ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യങ്ങൾ വ്യക്തമായിട്ട് നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, 34 വയസ്സുമായി. ശരി. ഇതുവരെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. ശരി. ഞാൻ ഗൾഫില് 15 വർഷത്തോളം ഗൾഫിലായിരുന്നു. ശരി. 32 വയസ്സായി വിവാഹം കഴിച്ചത്. ശരി. ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് കൗണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. 15.6 അത്ര കൗണ്ട് ഉള്ളായിരുന്നു. അപ്പം വൈഫിന് ഗർഭപാത്രത്തിൽ എന്തോ ഒരു അഴുക്കോ അങ്ങനെ കണ്ട് അത് ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പം ഓപ്പറേറ്റ് ചെയ്തപ്പോ അതൊരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നീട് ഒരു പ്രശ്നമാവുകയും പ്രഗ്നന്റ് ആകുന്നതിന് വല്ല പ്രശ്നം ചെയ്യുമോ? അല്ല, അത് വൈഫിന് എന്തായിരുന്നു പറഞ്ഞത്? അത് ഫൈബ്രോയിഡ് മുഴയാണെന്നാണോ പറഞ്ഞത്? അല്ലല്ല, മുഴയല്ല. അത് ഇങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഗർഭപാത്രത്തിനകത്ത് ഒരു എന്തോ സിസ്റ്റം എന്താണ് പറഞ്ഞത്, അത് ഒരു അഴുക്കായിരുന്നു. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്തു. അത് ഗർഭപാത്രത്തിലായിരുന്നോ ഓവറിയിലായിരുന്നോ? ഓവറിയിലായിരുന്നു. ശരി. അപ്പൊ മിക്കവാറും അതൊരു ചോക്ലേറ്റ് സിസ്റ്റ് പോലെയാണോ പറഞ്ഞേ? ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് കിടക്കുന്ന ചോക്ലേറ്റ് സിസ്റ്റ് പോലെ ആയിരിക്കും പറഞ്ഞത് അല്ലേ? അതിപ്പോ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഈ പ്രഗ്നന്റ് ആകുന്നതിന് വല്ല അത് പിന്നീട് വല്ല പ്രശ്നം ചെയ്യുക? എന്റെ ഈ കൗണ്ട് ഇപ്പൊ ഈ 15.6 ആയിരുന്നു. പിന്നെ എനിക്ക് ഇപ്പൊ ഗൾഫിന് വിളിക്കുന്നു. ഇനിയിപ്പോ ഞാനിപ്പോ ഓണത്തിന് ലീവ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതെന്തെങ്കിലും പ്രശ്നം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. അതെ, ഈ സമയം നോക്കിയപ്പോൾ ട്യൂബ് 2 നോർമൽ ആയിരുന്നോ? വൈഫിന്റെ ഫലോപ്പിയൻ ട്യൂബ് 2 നോർമൽ ആയിരുന്നു? ട്യൂബ് നോർമൽ ആയിരുന്നോ? അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പറഞ്ഞു. ശരി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആയിട്ടാണ്. അതായത് ഓവറിക്കകത്ത് സിസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അതൊരു അഴുക്കെന്ന് പറയും. അത് ചിലവർ ബ്ലഡ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആയിട്ട് അത് പറയപ്പെടാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്. അതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് മാറിയെങ്കിലും അത് ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ശ്രമിക്കണം എന്നുള്ളതാണ് കാര്യം. കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റ് തിരിച്ചു വരാം. ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട് വൈഫിന്. അങ്ങനെ ഒരു എൻഡോമെട്രിയോസിൽ അങ്ങനെ ഒരു റിക്കറൻ്റ് ആയിട്ട് അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സെമൻ പാരാമീറ്റർ, ഈ സ്പേംസ് കൗണ്ട് കുറച്ച് കൂടാനായിട്ടുള്ള ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റും അത് സൈമൾട്ടേനിയസിലായിട്ട് കൊണ്ടുപോകണം. എനിക്ക് മനസ്സിലായിടത്തോളം ഈ ഒരു പ്രശ്നത്തിൽ
രണ്ടുപേരുടെയും പ്രോബ്ലംസ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഇതായ സെമൻ പാരാമീറ്റർ പ്രോബ്ലം ഉണ്ട്, വൈഫിന് എൻഡോമെട്രിയോസിസ് പോലെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഒട്ടും വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് കൺസീവ് ആകാനായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പോൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് ഒരു IUI ട്രീറ്റ്മെൻറ്റുകളോ എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാം. ഒരു 3 മുതൽ 4 സൈക്കിൾ വരെ IUI പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞ് ശരിയാവുന്നില്ല അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചികിത്സകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതെല്ലാം ചികിത്സകളാണ് ഇന്ന് നിലവിലുള്ളത്? ഇപ്പോൾ ചികിത്സകൾ നമുക്ക് 2-3 ലെവലായിട്ട് പറയാം. ഇപ്പം ഫസ്റ്റ് ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടാബ്ലറ്റ്സ് വഴി ഇഞ്ചെക്ഷൻസ് വെച്ച് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് പുരുഷന്മാരിൽ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഒരു 7 പാരാമീറ്റർ കൂടാനായിട്ടും സ്ത്രീകളിൽ ടാബ്ലറ്റ്സ് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ ഒരു അണ്ടവികസനം കൃത്യമായി നടക്കാനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു ബേസിക് ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഒരുവിധപ്പെട്ട ഗൈനക്കോളജിസ്റ്റുമാരും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഡോക്ടേഴ്സും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. അതെല്ലാവരും അതിൽ കൺസീവ് ആകണമെന്നില്ല, ഒരു ചെറിയ ശതമാനമായിരിക്കും കൺസീവ് ആകുന്നത്. അതിൽ വിജയം കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഇപ്പം സെമൻ പാരാമീറ്റർ വളരെ കുറവാണ്, അല്ലെങ്കിൽ സ്പേംസിൻ്റെ ചലനം കുറവാണ്, അല്ലെങ്കിൽ കൗണ്ട് കുറവാണെങ്കിൽ അങ്ങനെ കുറച്ച് കണ്ടീഷൻസിന് വേണ്ടി നമ്മൾ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ IUI എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. IUIയിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഹസ്ബൻഡ് സാമ്പിൾ എടുക്കുന്നതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യുകയും മരുന്ന് വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സ്പേംസിൻ്റെ ചലനശേഷി കൂടുന്നു. ചലനശേഷി കൂടിയിട്ട് ആ ഒരു സ്പേംസ് നമ്മൾ ഗർഭത്തിനകത്തേക്ക് നിക്ഷേപിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ IUI എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സക്സസ് വരാനായിട്ടുള്ള സാധ്യതകൾ കുറച്ചും കൂടെ കൂടുതലാണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല, ഇതൊരു സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയാം. ഈ IUI ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ലൈൻ വിജയിക്കാത്തവർക്ക് ഡെഫിനറ്റ്ലി IUI ആയിട്ട് ചികിത്സ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതേക്കുറിച്ച് നമുക്കൊരു കോളിന് ശേഷം പറയാം. ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ കേൾക്കാം കേട്ടോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷത്തിലേക്കായി. ശരി. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ ഹസ്ബൻഡ്, ഞാൻ ഇതുവരെ ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ശരി. ഹസ്ബൻഡിന് കൗണ്ട് വളരെ കുറവാണ്, 0യുടെ അടുത്താണെന്നൊക്കെയാണ് ഒരു പരിശോധനയിൽ അറിഞ്ഞത്. ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പോയി കാണാൻ പറ്റുന്ന സാറിന്റെ ഹോസ്പിറ്റലാണ്. അല്ല, ഞാനിപ്പം ട്രിവാൻഡ്രത്താണ്. അല്ല, അപ്പം ഇപ്പൊ പ്രായം എത്രയായി? ഏജ് എത്രയായി? എനിക്ക് 28 വയസ്സായി. ഹസ്ബൻഡിന് 35 കഴിഞ്ഞു. ശരി. ഈ സെമൻ ടെസ്റ്റ് 1-2 പ്രാവശ്യം നോക്കിയപ്പോഴും കൗണ്ട് 0 പോലെ തന്നെയായിരുന്നു അല്ലേ? ഒരു പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ. അപ്പം ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഹസ്ബൻഡ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ഹസ്ബൻഡ് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, പക്ഷെ അത് എന്തോ വൈറ്റമിനോ അങ്ങനെ എന്തോ ആണെന്നാ തോന്നുന്നത്. ടാബ്ലറ്റുകൾ എന്തായാലും ഹസ്ബൻഡ് കഴിക്കണം. ഒരു 2-3 മാസം അടുപ്പിച്ച് കഴിക്കേണ്ടി വരും. വൈറ്റമിൻസ് ഉണ്ട്, കൗണ്ട് കൂടാനായിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. ഇത് കഴിച്ചിട്ട് ഒന്നും കൂടെ സെമൻ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അപ്പം ആ സെമൻ ടെസ്റ്റിനകത്തും ഈ കൗണ്ട് 0 എന്നുള്ള രീതിയിലാണ് കാണുന്നതെങ്കിലും എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, അതായത് ഇപ്പം മാഡത്തിൻ്റെതായ ഇവാലുവേഷനും കാര്യങ്ങളും ശരിക്കും നടന്നിട്ടില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ഒരു വന്ധ്യതയുടെ ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ കാണാനായിട്ട്. ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ച് ഇപ്പം 0 കൗണ്ട് ആണെങ്കിലും, അതായത് സ്പേംസ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ടെസ്റ്റിസിനകത്ത് വൃഷണത്തിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് ആ സ്പേംസ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റികൾ ഉണ്ട്. ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ബേബി ട്രീറ്റ്മെൻറ്റ്, അതായത് ICSI പോലത്തെ ട്രീറ്റ്മെൻറ്റുകളിലൂടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കിട്ടാനായിട്ടുള്ള സാധ്യത എന്തായാലും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ആദ്യം അറിയേണ്ടത്. ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക, കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇപ്പം 28 വയസ്സ് വലിയ കൂടിയൊരു പ്രായമല്ല. ഹസ്ബൻഡിന് ഈ കുത്തിയെടുത്ത് വൃഷണത്തിൽ നിന്ന് ബീജം കിട്ടുവാണെങ്കിൽ ആ സ്പേംസ് വെച്ച് ICSI ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാവുന്നതാണ്. ടാബ്ലറ്റ്സ് കഴിക്കുക, എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് സഹായം തേടുകയും ചെയ്യണം കേട്ടോ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ സർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 9ാമത്തെ കൊല്ലമാണ്, നവംബർ 7-ാം തീയതി. പിന്നെ ഓരോ ട്രീറ്റ്മെന്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയ ട്രീറ്റ്മെന്റ് ഇങ്ങനെ. അപ്പൊ ഹസ്ബൻഡിന്റെ ഇത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അനസ്തൂരിയ 0യിൽ കിടക്കുകയാണ് കൗണ്ട്. കൗണ്ട് 0 ആണ്. കൗണ്ട് 0 ആണ്. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ പോയി IVF ചെയ്തായിരുന്നു. ചികിത്സ വഴി IVF ചെയ്ത് എനിക്ക് സക്സസ് ആയില്ലായിരുന്നു. ഒരു വിഷണത്തിൽ നിന്ന് കുത്തിയെടുക്കുമ്പോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് 2ാമത് IVF ചെയ്തപ്പോഴേ എനിക്ക് 75 കിലോ വെയിറ്റ് ഉണ്ട്.
അപ്പൊ ഡോക്ടർ പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് IVF ഇനി അടുത്തതും സാധ്യത ഈ IVF മാത്രമേ സാധ്യതയുള്ളല്ലോ. ഇപ്പം വൈഫിനി പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഇല്ല, എനിക്കെല്ലാം കറക്റ്റാ. സ്കാൻ നോക്കിയപ്പോ പോളിസിസ്റ്റിക് ഓവറിയോ അങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല, വേറെ ഒരു ഇതുമില്ല. പിന്നെ ഈ ഇപ്പൊ ചെക്ക് വെയിറ്റ് ഉള്ള ഒരു ഗുളിക തന്നിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാനും. കൺട്രോൾ ഭക്ഷണവും ഞാൻ കൺട്രോളിൽ തന്നെ. വെയിറ്റ് കുറയുന്നുണ്ട് അല്ലേ? വെയിറ്റ് കുറയുന്നുണ്ട്. ഇപ്പൊ കുറഞ്ഞായിരുന്നു. ശരി. അപ്പോഴും ഇതിനകത്ത് ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡിന് നീഡിൽ ടെസ്റ്റ്, അതായത് ടെസ്സ പോലെ സർജിക്കലി നീഡിൽ വൃഷണത്തിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് സ്പേംസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടും വൈകാതെ തന്നെ അടുത്ത ഒരു IVF സൈക്കിളിലോട്ട് ഇക്സി സൈക്കിളിലോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇക്സി ട്രീറ്റ്മെന്റ് തന്നെ 35 വയസ്സ്, ഹസ്ബൻഡിന് 42 വയസ്സും ആയിരുന്നു. അല്ല, അത് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം IVF അല്ലെങ്കിൽ ഇക്സി ട്രീറ്റ്മെന്റ് നേരത്തെ ചെയ്തപ്പോൾ എഗ്ഗുകളൊക്കെ കിട്ടിയായിരുന്നല്ലോ, എഗ്ഗ് കിട്ടിയായിരുന്നു നേരത്തെ ഇതിന് മുന്നേ. അതെ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ, അതായത് ഇപ്പം ബീജം അസോസ്പെർമിയാണ്, കുത്തിയെടുത്ത് പരിശോധിച്ച് സ്പേംസ് കിട്ടുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്ന കണ്ടീഷനിൽ ഒട്ടും വൈകാതെ തന്നെ അതൊരു ഇക്സി ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ അപ്പം ഇതിൽ ഡിലേ വരുന്തോറും അതിൻ്റെ ഉള്ള സ്പേംസിൻ്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു ലെവൽ എത്തുമ്പോഴാണെങ്കിൽ സ്പേംസ് പൂർണ്ണമായിട്ട് നമ്മൾ നീൽ ടെസ്റ്റ് ചെയ്താലും കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഇപ്പോൾ ഈ ഇക്സിയും IVF-ഉം കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള ചികിത്സ ഏതാണ്? ഇപ്പം ഇക്സി IVF-ൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഇപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ഒരു എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അതൊരു വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫ്രീസിങ്ങിൻ്റെ ഒരു ടെക്നീക്കാണ് അത്, വിട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും വന്നതോടുകൂടിയാണ് ഈ ഇക്സി റിസൾട്ട്സും IVF റിസൾട്ട്സും ഒക്കെ വളരെ നന്നായിട്ട് വരാൻ തുടങ്ങിയത്. അതായത് എംബ്രിയോ, അതായത് ഭ്രൂണത്തിനെ ശിഥിലീകരിച്ച് വെക്കാനായിട്ടുള്ള ഒരു ടെക്നീക്ക്, വിട്രിഫിക്കേഷൻ ടെക്നീക്സ് ഒക്കെ വന്നതോടുകൂടി റിസൾട്ട്സ് വളരെ കൂടുന്നു. പല സ്ഥലത്തും 50%, 60% മേലെ IVF ഓർ ഇക്സി റിസൾട്ട്സ് വരുന്നു. അതുപോലെ തന്നെ സ്പേംസിനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പലർക്കും ഈ നമ്മളിപ്പോൾ അതിൻ്റെ കോളുകൾ ഭൂരിഭാഗവും, അപ്പോൾ അതിൽ സ്പേംസ് ഫ്രീസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. ആ ഫ്രീസ് ചെയ്ത് വെക്കുന്ന സ്പേംസ് വെച്ച് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ IUI ട്രീറ്റ്മെൻറ്റോ IVF ട്രീറ്റ്മെൻറ്റ്, ഇക്സി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫ്രീസിങ് വന്നതിലൂടെ നമുക്ക് സ്പേംസ് ആയിക്കോട്ടെ, എഗ്ഗുകളായിക്കോട്ടെ, ഭ്രൂണമായിക്കോട്ടെ, അതിൽ വെച്ച് നമുക്ക് കുറേ കൂടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നു. അത് കുറച്ചും കൂടെ റിസൾട്ട്സ് നൽകുന്ന ട്രീറ്റ്മെൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് ഇതിനകത്തൊരു പ്രത്യേകിച്ച് വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, അപ്പോൾ അതിന്റെ ചിലവിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരുപാട് ചിലവേറിയതാണോ ഇത്? പൊതുവേ ഈ IVF ഇക്സി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചിലവേറിയ നോർമലായിട്ടുള്ള ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് അപേക്ഷിക്കും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ചെയ്തിട്ട് അത് ശരിയാകാത്ത കണ്ടീഷൻസിലാണ് IVF ഇക്സി നമ്മൾ കപ്പിളിൽ ഓഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ 0 ആണ് അങ്ങനെ എന്തെങ്കിലും അതിൻ്റേതായ വ്യക്തമായ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ IVF ഇക്സി ചെയ്യാവൂ. അതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്ന ഒരു 1,50,000 അടുപ്പിച്ചൊക്കെ ആയിരിക്കും, 1.5 lakh അടുപ്പിച്ചൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ചിലവ് വരിക. ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു IVF ഉണ്ട്, അതിനെല്ലാം കൂടെ 1 ലക്ഷം അടുപ്പിച്ചൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ചിലവ് വരിക. അപ്പം ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും തീർച്ചയായിട്ടും, പക്ഷേ അതിൻ്റെ സക്സസ് റേറ്റുകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.